Module 5 Winding up. Report by കമ്പനി ലിക്വിഡേറ്റർ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കമ്പനിയിൽ ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയിലെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസും അതുപോലെ തന്നെ അവരുടെ റിപ്പോർട്ട്സും കമ്പനീനെ കുറിച്ചുള്ള ഫുൾ റിപ്പോർട്ട് ഒഫീഷ്യൽ ലിക്വിഡേറ്റർ ട്രിബ്യൂണലിന് കൊടുത്തിരിക്കണം എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളതാണ് ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. The first major responsibility on part of a company liquidator is to submit a report within a period of 60 days. Then the report shall contain the following particulars. അപ്പോൾ കമ്പനിയിൽ ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 60 ദിവസത്തിനുള്ളിൽ ആ കമ്പനീനെ കുറിച്ചുള്ള റിപ്പോർട്ട് കമ്പനിയിൽ നിന്നും ആർക്കാണ് ട്രിബ്യൂണലിന് പാസ് ചെയ്യണം. ദെൻ അങ്ങനെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ, the nature and details of asset of a company including their location and value, stating separately the cash balance in hand and at bank if any, and the negotiable securities if any held by the company. The valuation of assets shall be obtained from registered valuers. അപ്പോൾ ഫസ്റ്റ് തന്നെ കൊടുക്കേണ്ടതാണ് കമ്പനിയുടെ ആസറ്റ്സ്, ആ ആസറ്റുകൾ എവിടേക്കാണ് സ്ഥിതി ചെയ്യുന്നത്, അതിൻ്റെ ഫുൾ വാല്യൂ. ദെൻ കമ്പനിയുടെ ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസും സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിരിക്കണം. ദെൻ അതിന് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് നെഗോഷ്യബിൾ സെക്യൂരിറ്റീസ്, ദാറ്റ് ഈസ് ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള സെക്യൂരിറ്റീസ് എന്തെങ്കിലും കമ്പനീസിൻ്റെ കൈവശം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട്. ദെൻ ആസറ്റ്സിൻ്റെ വാല്യുവേഷൻ, ഇതിനെക്കുറിച്ചുള്ള ആസറ്റ്സിൻ്റെ വാല്യൂവേഴ്സിൽ നിന്നും രജിസ്റ്റേർഡ് വാല്യൂവേഴ്സിൽ നിന്നും അസറ്റിൻ്റെ വാല്യൂവേഷനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും കമ്പനിയിൽ നിന്നും ലിക്വിഡേറ്റർ ട്രിബ്യൂണലിന് പാസ് ചെയ്തിരിക്കണം. ദെൻ സെക്കൻഡ്, എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂഡ്, സബ്സ്ക്രൈബ്ഡ് ആൻഡ് പെയ്ഡ്. എത്ര ക്യാപിറ്റൽ ഈ കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അതുപോലെ എത്ര ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എത്രയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ദെൻ ദ എക്സിസ്റ്റിംഗ് ആൻഡ് കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് ഓഫ് എ കമ്പനി ഇൻക്ലൂഡിംഗ് നെയിംസ്, അഡ്രസ് ആൻഡ് ഓക്യുപ്പേഷൻസ് ഓഫ് ദി ക്രെഡിറ്റേഴ്സ്. അപ്പോൾ കമ്പനിയുടെ ലയബിലിറ്റീസ്, എത്ര ലയബിലിറ്റീസ് അല്ലെങ്കിൽ ഡെപ്റ്റ് കൊടുത്തു തീർക്കാൻ കമ്പനിയുടെ കയ്യിലുണ്ട് എന്നുള്ളത്, അതായത് എത്ര പേർക്ക് കടം തിരിച്ചടയ്ക്കാനുണ്ട് എന്നുള്ളത്, അതായത് ക്രെഡിറ്റേഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അവരുടെ നെയിം, അഡ്രസ്സ്, അവരുടെ ഓക്യുപ്പേഷൻ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കണം, ആരുടെയെങ്കിലും കമ്പനി കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ. Then next, the debt due to the company and the names, address and occupation of persons from whom they are due and the amount likely to be realized. ഇനി കമ്പനി ആർക്കെങ്കിലും കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് എത്ര എമൗണ്ട് കിട്ടാനുണ്ട്, ആരുടെ കയ്യിൽ നിന്ന് കിട്ടാനുണ്ട്, അവരുടെ അഡ്രസ്സ്, ദെൻ എത്ര എമൗണ്ടുകളൊക്കെയാണ് കിട്ടാനുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കണം. ദെൻ നെക്സ്റ്റ്, guarantees if any extended by the company. കമ്പനീസ് എന്തെങ്കിലും അസറ്റ്സ് ഗ്യാരണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്യാരണ്ടി കൊടുത്തിട്ടുള്ള ഐറ്റംസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. ദെൻ ലിസ്റ്റ് ഓഫ് കോൺട്രിബ്യൂട്ടറീസ് ആൻഡ് റൂൾസ് ഇഫ് എനി പേയബിൾ ടു ദെം ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് എനി അൺപെയ്ഡ് കോൾ. ഇനി കോൺട്രിബ്യൂട്ടറീസ് എന്ന് പറഞ്ഞു, കമ്പനിയുടെ വൈൻഡിങ് അപ്പിൻ്റെ ടൈമിൽ കമ്പനിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ലയബിളായിട്ടുള്ള പേഴ്സൺസാണ് കോൺട്രിബ്യൂട്ടറീസ്. അപ്പോൾ അതായത് കമ്പനിയുടെ മെമ്പേഴ്സ് എന്ന് പറയാം. അപ്പോൾ അവർക്ക് എന്തെങ്കിലും എമൗണ്ട് പേ ചെയ്യാനുണ്ടെങ്കിൽ അത്, അൺപെയ്ഡ് ആയിട്ട് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും ഇതിൽ ആഡ് ചെയ്യണം. ദെൻ നെക്സ്റ്റ്, ഡീറ്റെയിൽസ് ഓഫ് ട്രേഡ് മാർക്ക്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസ് ഇഫ് എനി ഓൺഡ് ബൈ ദ കമ്പനി. കമ്പനിക്ക് എന്തെങ്കിലും പേറ്റൻസോ കോപ്പിറൈറ്റോ എന്തെങ്കിലും കമ്പനിയുടെ സ്വന്തമായിട്ട് ഉണ്ട്, എന്തെങ്കിലും കാര്യങ്ങളിൽ കമ്പനിക്ക് പേറ്റൻറ്റോ കോപ്പിറൈറ്റോ ട്രേഡ് മാർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിരിക്കണം. Then next, details of subsisting contracts, joint ventures and collaborations if any. കമ്പനീസ് മറ്റേതെങ്കിലും കമ്പനികളായിട്ട് കോൺട്രാക്റ്റുകളോ ജോയിൻറ്റ് വെഞ്ചറുകളോ കൊളാബറേഷൻസോ ജോയിൻ്റ് ആയിട്ട് എന്തെങ്കിലും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കൊടുക്കണം. ദെൻ നെക്സ്റ്റ്, ഡീറ്റെയിൽസ് ഓഫ് ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി കമ്പനീസ്. ഈ കമ്പനിയുടെ സബ്സിഡിയറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്. ദെൻ അവർക്ക് ഹോൾഡിംഗ് കമ്പനീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹോൾഡിംഗ് കമ്പനിയുടെ ഡീറ്റെയിൽസും കൊടുത്തിരിക്കണം. ദെൻ ഡീറ്റെയിൽസ് ഓഫ് ലീഗൽ കേസസ് ഫയൽഡ് ബൈ ഓർ എഗെയിൻസ്റ്റ് എ കമ്പനി. അപ്പോൾ കമ്പനി എന്തെങ്കിലും കേസസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്. ഇനി കമ്പനിക്ക് എതിരായിട്ട് വേറെ ആരെങ്കിലും കേസുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിരിക്കണം. ദെൻ എനി അതർ ഇൻഫർമേഷൻ വിച്ച് ദ ട്രിബ്യൂണൽ മേ ഡയറക്റ്റ് ഓർ ദ കമ്പനി ലിക്വിഡേറ്റർ മോർ കൺസിഡർ നെസസറി ടു ഇൻക്ലൂഡ്. ഇനി കമ്പനിയുടെ ട്രിബ്യൂണലോ അല്ലെങ്കിൽ കമ്പനി ലിക്വിഡേറ്ററായിട്ട് അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള പേഴ്സണോ റിക്വയർ ചെയ്യുന്നതനുസരിച്ച് അവരെന്തെങ്കിലും ഇൻഫർമേഷൻ അവർക്ക് വേണം എന്നുള്ള രീതിയിൽ ഇൻസിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൊടുക്കാനായിട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. ദെൻ
ഇനി ഇതല്ലാതെ ഈ മുകളിൽ പറഞ്ഞ ലിസ്റ്റിലുള്ള കാര്യങ്ങളല്ലാതെ എന്തെങ്കിലും ട്രിബ്യൂണലിനെ അറിയിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ലിക്വിഡേറ്ററിന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസോ എന്തെങ്കിലും കേസസോ കമ്പനിയുടെ എതിരായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ലിക്വിഡേറ്റർ ഇൻ കമ്പൽസറി വൈൻഡിങ് അപ്പ്, സെക്ഷൻ 290. അപ്പോൾ കമ്പൽസറി വൈൻഡിങ് അപ്പിൽ ഒരു ലിക്വിഡേറ്ററിൻ്റെ ഡ്യൂട്ടീസും പവേഴ്സും എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. Then the Act confers wide powers to the official liquidator in the process of compulsory winding up. The liquidator has to exercise this power subject to the directions of tribunal. The exercise this powers shall be under overall control of the tribunal following other powers. അപ്പോൾ താഴെ പറയുന്ന പവേഴ്സൊക്കെയാണ് ഒരു ലിക്വിഡേറ്റർ എക്സസൈസ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ട്രിബ്യൂണലാണ് ഈ പവേഴ്സും കാര്യങ്ങളൊക്കെ ലിക്വിഡേറ്ററിന് കൊടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പവേഴ്സ് എന്നുള്ളത് താഴെ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, ടു ക്യാരി ഓൺ എ ബിസിനസ് ഓഫ് എ കമ്പനി സോ ഫാർ ആസ് മേ ബി നെസസറി ഫോർ ബെനിഫിഷ്യൽ വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി. ഇനി കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യാനുള്ള ഓർഡർ ഇറക്കിയതിന് ശേഷവും ആ കമ്പനി ബെനിഫിഷ്യലായിട്ട്, അതായത് നല്ല രീതിയിൽ അത് വൈൻഡ് അപ്പ് ചെയ്ത് അതിൻ്റെ ലയബിലിറ്റീസൊക്കെ കറക്റ്റായിട്ട് പേ ഓഫ് ചെയ്ത് വൈൻഡ് അപ്പ് ചെയ്യണം എന്നുള്ള സിറ്റുവേഷനുകളിൽ ആ ബിസിനസ്സിനെ കുറച്ച് നാളത്തേക്കും കൂടെ മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്കും കൂടെ കമ്പനിയുടെ ബിസിനസ്സിനെ ക്യാരി ചെയ്താൽ നല്ല രീതിയിൽ അത് വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ പവർ ലിക്വിഡേറ്ററിനുണ്ട്. Then to do all acts and to execute in the name and on behalf of the company and the deeds, receipts and other documents, and for that purpose to use when necessary the company's seal. Then ലിക്വിഡേറ്ററിന് കമ്പനിയുടെ സീൽ ഉപയോഗിക്കാം എന്തൊക്കെ കാര്യങ്ങൾക്ക്. ഇനി കമ്പനിയുടെ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ബിഹാഫിൽ അല്ലെങ്കിൽ കമ്പനിക്ക് പകരം ഈ ലിക്വിഡേറ്ററിന് ഏതെങ്കിലും ഡീഡുകളോ റെസിപ്റ്റുകളോ ഡോക്യുമെൻറ്റ്സോ ഒക്കെ കറക്റ്റായിട്ടുള്ള രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ കമ്പനിയുടെ സീൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഡീഡുകൾ ക്ലോസ് ചെയ്യാനോ അല്ലെങ്കിൽ റെസിപ്റ്റുകൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിലോ ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും വെരിഫൈ ചെയ്യാനോ അത് സബ്മിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെല്ലാമുള്ള പവർ ലിക്വിഡേറ്ററിനുണ്ട്. ദെൻ ടു സെൽ ദ ഇമ്മൂവബിൾ ഓർ മൂവബിൾ പ്രോപ്പർട്ടി ആൻഡ് ആക്ഷനബിൾ ക്ലെയിംസ് ഓഫ് എ കമ്പനി. അപ്പോൾ കമ്പനിയുടെ ക്ലെയിംസ്, അതായത് കമ്പനിക്ക് ഏതെങ്കിലും ക്ലെയിംസ് കിട്ടാൻ അവൈൽ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അത് അവൈൽ ചെയ്യാനുള്ള ഒരു പവറുണ്ട്. അതുപോലെ തന്നെ കമ്പനിയുടെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസൊക്കെ സെല്ല് ചെയ്യാനുള്ള, ഇമ്മൂവബിൾ ആയാലും മൂവബിൾ ആയാലും പ്രോപ്പർട്ടീസ് സെല്ല് ചെയ്യാനുള്ള റൈറ്റും കമ്പനി ലിക്വിഡേറ്ററിനുണ്ട്. ദെൻ ടു സെൽ ദ ഹോൾ ഓഫ് ദ അണ്ടർടേക്കിംഗ് ഓഫ് എ കമ്പനി ആസ് എ ഗോയിങ് കൺസേൺ. അപ്പോൾ കമ്പനിയുടെ ഹോൾ അണ്ടർടേക്കിംഗ്, അതായത് ആ കമ്പനി തന്നെ സെല്ല് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. ആൻഡ് ടു റൈസ് എനി മണി റിക്വയർഡ് ഓൺ സെക്യൂരിറ്റി ഓഫ് അസറ്റ് ഓഫ് എ കമ്പനി. ആ കമ്പനിയുടെ സെക്യൂരിറ്റീസ് വെച്ചുകൊണ്ട് എന്തെങ്കിലും എമൗണ്ട് റൈസ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അതും ഈ ലിക്വിഡേറ്ററിന് ചെയ്യാവുന്നതാണ്. ദെൻ ടു ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് റീഫണ്ട് എനി സ്യൂട്ട്, പ്രോസിക്യൂഷൻ ഓർ അതർ ലീഗൽ പ്രൊസീഡിങ്സ് സിവിൽ ഓർ ക്രിമിനൽ ഇൻ ദ നെയിം ഓൺ ബിഹാഫ് ഓഫ് എ കമ്പനി. അപ്പോൾ കമ്പനിയുടെ ബിഹാഫിൽ അല്ലെങ്കിൽ കമ്പനിക്ക് പകരം എന്തെങ്കിലും സ്യൂട്ടുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും കേസുകൾ വന്നിട്ട് അതിന് പേയ്മെൻറ്റ്സ് നടത്താനുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള അവകാശവും ഈ പറയുന്ന ലിക്വിഡേറ്ററിനുണ്ട്. To invite and settle claims of creditors, employees or any other claimants and distribute sales proceeds in accordance with പ്രയോറിറ്റീസ്. അപ്പോൾ കമ്പനീസിൻ്റെ ക്രെഡിറ്റേഴ്സിനോ എംപ്ലോയീസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളുടെ കമ്പനിക്ക് എതിരായിട്ട് ക്ലെയിം ചെയ്തിട്ടുള്ള ആൾക്കാർക്കോ ഉള്ള എമൗണ്ടുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി കൂടെ ഉണ്ട്. ദെൻ ടു ഇൻസ്പെക്ട് ദ റെക്കോർഡ്സ് ആൻഡ് റിട്ടേൺസ് ഓഫ് എ കമ്പനി ഓൺ ദ ഫയൽസ് ഓഫ് ദ രജിസ്ട്രാർ ഓർ എനി അതർ അതോറിറ്റി. അപ്പോൾ കമ്പനിയുടെ രജിസ്ട്രാറുടെ കീഴിലുള്ള അല്ലെങ്കിൽ കമ്പനിയുടെ രജിസ്റ്ററിൽ പറഞ്ഞിട്ടുള്ള എല്ലാ തരത്തിലുള്ള റെക്കോർഡുകളും റിട്ടേൺസും ഇൻസ്പെക്ട് ചെയ്യാൻ വെരിഫൈ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. To draw, accept, make and endorse any negotiable instrument including check, bill of exchange, hundi or promissory note in the name and on behalf of a company. അപ്പോൾ കമ്പനിക്ക് പകരം അല്ലെങ്കിൽ കമ്പനിയുടെ ബിഹാഫിൽ കിട്ടാനുള്ള ഏതെങ്കിലും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിനെയോ അല്ലെങ്കിൽ ചെക്കോ ബിൽ ഓഫ് എക്സ്ചേഞ്ചോ ഹുണ്ടിയോ പ്രൊമിസറി നോട്ടോ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാനും ഡ്രോ ചെയ്യാനും ഉണ്ടാക്കാനുമുള്ള റൈറ്റ് ഉണ്ട്. ആൻഡ് ടു ടേക്ക് ഔട്ട് ഇൻ ഹിസ് ഒഫീഷ്യൽ നെയിം ലെറ്റേഴ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ടു എനി ഡിസീസ്ഡ് കോൺട്രിബ്യൂട്ടറി. ആ കമ്പനിയുടെ ഡിസീസ്ഡ് കോൺട്രിബ്യൂട്ടറി, ഓൾറെഡി ഇപ്പോൾ ഇല്ലാത്ത ഏതെങ്കിലും, അതായത് അതുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത കോൺട്രിബ്യൂട്ടറികൾക്ക്
ലെറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ സെൻഡ് ചെയ്യാനുള്ള ലിക്വിഡേറ്ററിൻ്റെ ഒഫീഷ്യൽ നെയിമിൽ ലെറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ സെൻഡ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ദെൻ ടു ഒബ്റ്റെയിൻ എനി പ്രൊഫഷണൽ അസിസ്റ്റൻസ് ഫ്രം എനി പേഴ്സൺ അപ്പോയിൻറ്റഡ് ബൈ ദി പ്രൊഫഷണൽ എനി പ്രൊഫഷണൽ ഇൻ ഡിസ്ചാർജ് ഓഫ് ഹിസ് ഡ്യൂട്ടീസ് ഒബ്ലിഗേഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ ലിക്വിഡേറ്ററിൻ്റെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഒബ്ലിഗേഷൻസും ഒക്കെ ഡിസ്ചാർജ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള രീതിയിൽ എന്തെങ്കിലും പ്രൊഫഷണൽസിൻ്റെ അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എന്തെങ്കിലും കൊറീസിന് അവർക്ക് അസിസ്റ്റൻസ് വേണം എന്നുണ്ടെങ്കിൽ അവരെ അപ്പോയിൻറ്റ് ചെയ്യാൻ, പ്രൊഫഷണൽസിനെ അപ്പോയിൻറ്റ് ചെയ്യാനും ഉള്ള റൈറ്റ് ഉണ്ട്. ആൻഡ് ടു ടേക്ക് ഓൾ സച്ച് ആക്ഷൻസ് സ്റ്റെപ്സ് ഓർ ടു സൈൻ എക്സിക്യൂട്ട് ആൻഡ് വെരിഫൈ എനി പേപ്പർ ഡീഡ് ഡോക്യുമെൻറ്റ് ആപ്ലിക്കേഷൻ പെറ്റീഷൻ അഫിഡവിറ്റ് ബോണ്ട് ഓർ ഇൻസ്ട്രുമെൻറ്റ് ആസ് മേ ബി നെസസറി. എന്ത് തരത്തിലുള്ള സ്റ്റെപ്പുകൾ എടുക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും സൈൻ ചെയ്യാനുണ്ടെങ്കിൽ അത് അവരുടെ സിഗ്നേച്ചർ യൂസ് ചെയ്യാം. ദെൻ എന്തെങ്കിലും പേപ്പേഴ്സോ ഡീഡുകളോ എക്സിക്യൂട്ട് ചെയ്യാനോ വെരിഫൈ ചെയ്യാനുണ്ടെങ്കിൽ അതും ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ആസ് നെസസറി ഫോർ വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി, കമ്പനിയുടെ വൈൻഡിങ് അപ്പിന് വേണ്ടിയിട്ട് അത് നെസസറി ആണ് എന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ദെൻ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ്സ്, കമ്പനിയുടെ അസറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ആക്ഷൻസിന് ഇടയ്ക്ക് ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും സ്റ്റെപ്പുകൾ ചെയ്യണമെന്നുണ്ടെങ്കിലോ സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലോ ചെയ്യാം. Then in discharge of its duties and obligations, the functions of a company or liquidator എന്നുള്ള പൊസിഷനിൽ നിന്നുകൊണ്ട് അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് ഒബ്ലിഗേഷൻസ് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള അധികാരമുണ്ട്. Then last point, to apply to the tribunal for such orders or directions as may be necessary for winding up of a company. അപ്പോൾ കമ്പനിയുടെ വൈൻഡിങ് അപ്പിന് വേണ്ടിയിട്ട് ഓർഡേഴ്സ് ആൻഡ് ഡയറക്ഷൻസ് ഇഷ്യൂ ചെയ്യാനുള്ള എന്താണ് ഒരു റൈറ്റ് ഈ പറയുന്ന ലിക്വിഡേറ്റർക്കുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എഫക്ട്സ് ഓഫ് വൈൻഡിങ് അപ്പ് ഓർഡർ ഓഫ് ദി ട്രിബ്യൂണൽ സെക്ഷൻ 278. എന്തൊക്കെയാണ് ഈ ഓർഡറിൻ്റെ എഫക്ട്സ് എന്നുള്ളതാണ്. ജനറലി an order of court or tribunal shall apply only to the parties in that litigation, but in case of winding up order passed by tribunal, it is expressly stated by the act that the order for winding up of a company shall operate in favor of all the creditors and all contributories of a company, as if it had been made out on a joint petition of creditors and contributories. Thus means that no one can later ചാലഞ്ച് ദ വാലിഡിറ്റി ഓഫ് വൈൻഡിങ് അപ്പ് ഓർഡർ. വൈൻഡിങ് അപ്പ് എന്നുള്ള ഒരു കാര്യം ചെയ്യുന്നത് മെയിനായിട്ട് ഏതൊരു കോർട്ടും ഒരു ഓർഡർ ഇറക്കുന്നത് ആരാണോ ഈ പെറ്റീഷൻ കൊടുത്തിട്ടുള്ളത് അവരുടെ ഫേവറിന് വേണ്ടിയിട്ടാണ്. പക്ഷേ വൈൻഡിങ് അപ്പ് ഓർഡർ പാസ്സാക്കുന്ന ട്രിബ്യൂണൽ പാസ്സാക്കി കഴിഞ്ഞാൽ ആ കമ്പനിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ക്രെഡിറ്റേഴ്സിനും അതുപോലെ തന്നെ അവരുടെ കോൺട്രിബ്യൂട്ടറീസും ബെനിഫിറ്റ് ആവുന്ന രീതിയിലാണ് ഈ വൈൻഡിങ് അപ്പ് എന്നുള്ള ഒരു കാര്യം അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് ഓർഡർ പുറത്തിറക്കിയാൽ ആ കമ്പനിയായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്രെഡിറ്റേഴ്സിനും അതുപോലെ തന്നെ കോൺട്രിബ്യൂട്ടറീസിനും എല്ലാം ഇത് ബാധകമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് സാധാരണ ഒരു ഓർഡർ എന്ന് പറയുന്നത് ആരാണോ പെറ്റീഷൻ കൊടുത്തത് അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ വൈൻഡിങ് അപ്പ് ഓർഡർ നടത്തുമ്പോൾ ഈ കമ്പനി ഈ വൈൻഡിങ് അപ്പ് നടത്തുന്ന ഈ കമ്പനിയായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ അതിൽ ആ കമ്പനി മൂലം എമൗണ്ടുകൾ കിട്ടാനുള്ള ക്രെഡിറ്റേഴ്സിനും ബെനിഫിറ്റാണ്. അതുപോലെ തന്നെ കോൺട്രിബ്യൂട്ടറീസിന് ആ കമ്പനിയിൽ നിന്നും അതിൻ്റെ സർപ്ലസ് ഈക്വൽ ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ പെറ്റീഷനേഴ്സിന് മാത്രമായിരിക്കില്ല അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. അതാണ് അതിൻ്റെ എഫക്റ്റ് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു.